നമസ്തേ ബച്ചു, വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റ് കൈ ചാർ 4ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ 4ാമത്തെ യൂണിറ്റിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു കഹാനി, ഒരു കഥയാണ്. കഥയുടെ പേരെന്താണ്? രാജാ കാ ദർവാസ. ദർവാസ എന്താ? വാതിൽ. ആരുടെ വാതിൽ? രാജാവിൻ്റെ. രാജാ കാ ദർവാസ. എഴുതിയിരിക്കുന്നത് ആരാണ്? സുബീർ ശുക്ല. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കഥയുടെ പേരെന്താണ്? രാജാ കാ ദർവാസ. एक था राजा, उसने चाहा कि उसके महल में एक ऐसा दरवाज़ा हो जिससे सिर्फ वही घुस पाए, कोई और नहीं. उसने अपने मंत्री से कहा, मुझे एक ऐसा दरवाज़ा बनाकर दो जो मेरी ही शक्ल देखने पर खुले, ताकि उससे सिर्फ मैं ही घुस पाऊँ, कोई और नहीं. एक था राजा. എന്താണ്? ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. एक था राजा. उसने चाहा कि उसके महल में एक ऐसा दरवाज़ा हो जिससे सिर्फ वही घुस पाए, कोई और नहीं. उसने चाहा എന്താ? അദ്ദേഹം ആഗ്രഹിച്ചു. उसने चाहा എന്താ ആഗ്രഹിച്ചത്? उसने चाहा कि उसके महल में एक ऐसा दरवाज़ा हो. उसके महल എന്താ? കൊട്ടാരം. उसके महल में एक ऐसा दरवाज़ा हो. ഒരു എന്താ? ദർവാസ എന്താ? വാതിൽ. ഒരു വാതിൽ വേണം. അതെങ്ങനെയുള്ളതാണ്? ജിസ്സെ സിർഫ് വഹി ഖുസ് പായെ. എന്താണ് ആ വാതിലിൻ്റെ, അതായത് ആ ദർവാസ, ആ വാതിലിൻ്റെ പ്രത്യേകത എന്താണ്? ജിസ്സെ സിർഫ് വഹി ഖുസ് പായെ. അദ്ദേഹത്തിന് മാത്രം, ഖുസ്ന എന്താണ്? പ്രവേശിക്കുക. അദ്ദേഹത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുന്ന, കോയ് ഓ നഹി, അതായത് മറ്റൊരാൾക്കും കടന്നു പോകാൻ കഴിയാത്തതും അദ്ദേഹത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുന്നതുമായ ഒരു ദർവാസ, ഒരു വാതിൽ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. ഒന്നുകൂടി വായിക്കാം. ഉസ്നെ ചാഹാ കി ഉസ്കെ മഹൽ മേ एक ऐसा दरवाज़ा हो जिससे सिर्फ वही घुस पाए, कोई और नहीं. മറ്റൊരാൾക്കും, ഖുസ്ന എന്താണ്? കടന്നു പോകുക. മറ്റൊരാൾക്കും കടക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് മാത്രം കടക്കാൻ കഴിയുന്ന ഒരു വാതിലായിരുന്നു എന്താണ്? അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഉസ്നെ അപ്നെ മന്ത്രി സേ കഹ. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ആവശ്യം എന്ത് ചെയ്തു? മന്ത്രിയോട് പറയുകയാണ്. മന്ത്രി സേ കഹ, മന്ത്രിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മുझे एक ऐसा दरवाज़ा बनाकर दो जो मेरी ही शक्ल देखने पर खुले, ताकि उससे सिर्फ मैं ही घुस पाऊँ, कोई और नहीं. മന്ത്രിയെ വിളിച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞേ? മുझे एक ऐसा दरवाज़ा बनाकर दो. എനിക്ക് ഒരു ദർവാസ, അതായത് വാതിൽ ഉണ്ടാക്കി തരൂ. ബനാക്കർ ദോ ജോ മേരി ഹി ശക്ല് ദേഖ്നെ പർ ഖുലേ. എൻ്റെ ശക്ല് എന്താ? മുഖം. എൻ്റെ മുഖം കണ്ടിട്ട് തുറക്കുന്ന. ഖുൽന എന്താ? തുറക്കുക. മേരി ഹി ശക്ല് ദേഖ്നെ പർ ഖുലേ, എൻ്റെ മുഖം കണ്ടിട്ട് തുറക്കുന്ന. താക്കി ഉസ്സെ സിർഫ് മേ ഹി ഖുസ് പാവു. എന്തെന്ന് അങ്ങനെ പറയുന്നത് എന്താണ്? കാര്യം അദ്ദേഹത്തിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റണം? ആ വാതിലൂടെ കടന്നു പോകാൻ പറ്റണം. കോയി ഓർ നഹി, മറ്റൊരാൾക്കും എന്ത് ചെയ്യില്ല, പറ്റില്ല. അപ്പോൾ അദ്ദേഹം മന്ത്രിയെ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? എനിക്ക് ഒരു വാതിൽ വേണം. എങ്ങനെയുള്ളതാ? എൻ്റെ മുഖം കാണുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു വാതിൽ എനിക്ക് വേണം. കാര്യം എന്താ? അദ്ദേഹത്തിന് മാത്രമേ ആ വാതിലിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അദ്ദേഹത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു വാതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അദ്ദേഹം മന്ത്രിയെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ശക്ല് എന്താ? മുഖം കണ്ടാൽ മാത്രം തുറക്കുന്ന ഒരു വാതിൽ അദ്ദേഹത്തിന് വേണം. കാര്യം എന്താണ്? അതിൻ്റെ മുഖം കണ്ടാൽ മാത്രം തുറക്കുക എന്നതിൻ്റെ റീസൺ എന്തായിരുന്നു? അദ്ദേഹത്തിന് മാത്രമേ ആ വാതിലിലൂടെ കടന്നു പോകാൻ സാധിക്കാവൂ. एक था राजा, उसने चाहा कि उसके महल में एक ऐसा दरवाज़ा हो जिससे सिर्फ वही घुस पाए, कोई और नहीं. उसने अपने मंत्री से कहा, मुझे एक ऐसा दरवाज़ा बनाकर दो
जो मेरी ही शक्ल देखने पर खुले, ताकि उससे सिर्फ मैं ही खुश पाऊं, कोई और नहीं. മനസ്സിലായോ? നമുക്ക് അടുത്തതായിട്ട് എന്ത് നടന്നെന്ന് നോക്കാം. मंत्री ने एक ऐसा ही दरवाजा बनाया. तब राजा ने सबको बुलाकर कहा, है कोई जो घुस सकता है इस दरवाजे से. എന്താ പറഞ്ഞത്? മന്ത്രിനെ एक ऐसा ही दरवाजा बनाया. മന്ത്രി എന്ത് ചെയ്തു? ऐसा ही दरवाजा, അതുപോലെ, അതായത് രാജാവ് പറഞ്ഞതുപോലെ തന്നെയുള്ള എന്ത് ചെയ്തു? ദർവാസ, വാതിൽ എന്ത് ചെയ്തു? ബൻവായ, ഉണ്ടാക്കിച്ചു. എന്താ? മന്ത്രിനെ एक ऐसा ही दरवाजा बनवाയ. എന്ത് ചെയ്തു? മന്ത്രി രാജാവ് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു വാതിൽ എന്ത് ചെയ്തു? ഉണ്ടാക്കിച്ചു. ബൻവായ, ഉണ്ടാക്കിച്ചു. തബ് രാജാനെ സബ്കോ ബുലാക്കർ കഹ. അപ്പോൾ എന്ത് ചെയ്തു? രാജാവ് എല്ലാവരെയും, സബ്കോ എല്ലാവരെയും, ബുലാക്കർ എന്താ? വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ബുലാക്കർ കഹ എന്താ പറഞ്ഞത്? ഹേ കോയി ജോ ഖുസ് സക്താ ഹേ ഇസ് ദർവാസെ സെ. ഹേ കോയ്, ആരെങ്കിലും ഉണ്ടോ? ജോ ഖുസ് സക്താ ഹേ, ഇതിലൂടെ കടന്നു പോകാൻ കഴിയുന്ന, ഈ വാതിലിലൂടെ. എല്ലാവരും, നാട്ടിലുള്ള എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചോദിച്ചു? ഈ വാതിലിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഏക് ആദ്മി ആയ. उसने हाथ में राजा की तस्वीर थी. तस्वीर में राजा की शक्ल देखकर दरवाजा खुल गया. राजा गुस्से में बाल खींचता रह गया. എന്ത് ചെയ്തു? एक आदमी आया, ഒരു ആൾ വന്നു. एक आदमी आया, എന്ത് ചെയ്തു? ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു? उसके हाथ में राजा की तस्वीर थी. उसके हाथ में, हाथ എന്താ? കൈ. കയ്യിൽ എന്തുണ്ടായിരുന്നു? ഹാത്ത് മേം രാജാക്ക് തസ്വീർ ഥി. തസ്വീർ എന്താ? ഫോട്ടോ. രാജാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരാൾ കടന്നു വന്നു, അയാളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? രാജാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. തസ്വീർ മേം രാജാക്ക് ശക്ല് ദേഖ്കർ ദർവാസ ഖുൽ ഗയ. എന്ത് ചെയ്തു? തസ്വീർ മേം, ആ ഒരു ഫോട്ടോയിൽ രാജാക്ക് ശക്ല് ദേഖ്കർ, എന്ത് ചെയ്തു? രാജാവിൻ്റെ മുഖം കണ്ടിട്ട് ദർവാസ ഖുൽ ഗയ, എന്ത് ചെയ്തു? വാതിൽ തുറന്നു. ഖുൽന, തുറക്കുക. ഖുൽഗയ, എന്ത് ചെയ്തു? തുറന്നു. തസ്വീർ മേം രാജാക്ക് ശക്ല് ദേഖ്കർ ദർവാസ ഖുൽഗയ, എന്ത് ചെയ്തു? ആ ഫോട്ടോയിലുള്ള രാജാവിൻ്റെ മുഖം കണ്ടിട്ട് വാതിൽ എന്ത് ചെയ്തു? തുറന്നു. രാജ ഗുസ്സേ മേം ബാൽ ഖീഞ്ച്താ രഹ ഗയ. എന്ത് ചെയ്തു? രാജാവ് ദേഷ്യം, ഗുസ്സ എന്താ? ദേഷ്യം. ദേഷ്യം വന്നിട്ട് ബാൽ ഖീഞ്ച്താ രഹ ഗയ, എന്ത് ചെയ്തു? ബാൽ എന്താ? മുടി. മുടി ഇങ്ങനെ വലിക്കാനായിട്ട് തുടങ്ങി, ദേഷ്യം വന്നിട്ട്. एक आदमी आया, उसके हाथ में राजा की तस्वीर थी. तस्वीर में राजा की शक्ल देखकर दरवाजा खुल गया. राजा गुस्से में बाल खींचता रह गया. എന്ത് ചെയ്തു? രാജാവ് ദേഷ്യത്തിൽ ഡോർ തുറന്നപ്പോൾ, അതായത് ആ ഫോട്ടോ കൊണ്ടുവന്ന് അതിലെ മുഖം കണ്ട്, രാജാവിൻ്റെ മുഖം കണ്ട് വാതിൽ തുറന്നപ്പോൾ എന്ത് ചെയ്തു? രാജാവിൻ്റെ ദേഷ്യം വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ മുടിയൊക്കെ വലുതായിട്ട് ദേഷ്യം വന്നിട്ട് വലിക്കാനായിട്ട് തുടങ്ങി. राजा ने मंत्री से कहा, मुझे एक ऐसा दरवाजा बनाकर दो जो सिर्फ मेरी ही आवाज से खुले. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? അടുത്ത വഴി കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. രാജാനെ മന്ത്രി സേ കഹ, രാജാവ് എന്ത് ചെയ്തു? മന്ത്രിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മുझे एक ऐसा दरवाजा बनाकर दो जो सिर्फ मेरी ही आवाज से खुले. എന്താണ്? എനിക്ക് ഒരു വാതിൽ ഉണ്ടാക്കി തരണം. എങ്ങനെയുള്ളതാണ്? സിഫ് മേരി ഹി ആവാസ് സേ ഖുലെ. ആവാസ് എന്താ? ശബ്ദം. എൻ്റെ ശബ്ദത്തിൽ മാത്രം, എൻ്റെ ശബ്ദം കേട്ടാൽ മാത്രം തുറക്കുന്ന ഒരു വാതിൽ എന്ത് ചെയ്യുക? എനിക്ക് ഉണ്ടാക്കി തരിക എന്ന് ആരോട് പറഞ്ഞു? മന്ത്രിയോട് പറഞ്ഞു. രാജാനെ മന്ത്രി സേ കഹാ, മുझे एक ऐसा दरवाजा बनाकर दो जो सिर्फ मेरी ही आवाज से खुले. എന്താണ്? രാജാവ് മന്ത്രിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് ഒരു വാതിൽ വേണം. എങ്ങനെയുള്ളതാണ്? എൻ്റെ ശബ്ദം കേട്ടാൽ മാത്രം തുറക്കുന്ന ഒരു വാതിൽ എനിക്ക് വേണം. മന്ത്രി നേസ ദർവാസ ബൻവായ. എന്ത് ചെയ്തു? പഴയതുപോലെ തന്നെ മന്ത്രി എന്ത് ചെയ്തു? അതുപോലെ ഒരു വാതിൽ ബൻവായ, ഉണ്ടാക്കിച്ചു. രാജാനെ ഫിർ സബ്കോ ബുലാക്കർ പൂച്ച, ഹേ കോയി ജോ ഖുസ് സക്താ ഹേ ഇസ് ദർവാസെ സെ. എന്താണ്? രാജാനെ ഫിർ, രാജാവ് വീണ്ടും, സബ്കോ ബുലാക്കർ പൂച്ച, എന്ത് ചെയ്തു? എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു. പൂച്ചന ചോദിച്ചു. രാജാനെ ഫിർ വീണ്ടും, സബ്കോ എല്ലാവരെയും, ബുലാക്കർ വിളിച്ചിട്ട്, പൂച്ചന ചോദിക്കുക. രാജാനെ ഫിർ സബ്കോ ബുലാക്കർ പൂച്ച, രാജാവ് എല്ലാവരെയും ഒന്നുകൂടി എന്ത് വിളിച്ചിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഹേ കോയി ജോ ഖുസ് സക്താ ഹേ ഇസ് ദർവാസെ സെ. കഴിഞ്ഞ തവണ ചോദിച്ച പോലെ തന്നെ എന്താ ചോദിച്ചത്?
ആരെങ്കിലും ഉണ്ടോ എന്ത് ചെയ്യുന്നത് ഈ വാതിലിലൂടെ കടന്നു പോകാനായിട്ട് കഴിയുന്നത്? വഹി ആദ്മി ആയ, उसने राजा को बहुत ठंडा पानी पिलाया, फिर कहा अगर मैं इस दरवाजे से नहीं घुस सकता तो राजा भी नहीं घुस सकता. വഹി ആദ്മി ആയ എന്ത് ചെയ്തു? അതേ ആള് തന്നെ എന്ത് ചെയ്തു? വീണ്ടും വന്നു. ഉസ്നെ രാജാക്കോ ബഹുത്ത് ठंडा पानी पिलाया. അവൻ എന്ത് ചെയ്തു? രാജാവിന് എന്ത് കൊടുത്തു? ബഹുത്ത് ധാരാളം ठंडा पानी എന്ത് ചെയ്തു? തണുത്ത വെള്ളം പിലായ കുടിപ്പിച്ചു. എന്ത് ചെയ്തു? രാജാവിന് എന്ത് ചെയ്തു? ധാരാളം തണുത്ത വെള്ളം, ठंडा पानी തണുത്ത വെള്ളം എന്ത് ചെയ്തു? കുടിപ്പിച്ചു. ഫിർ കഹ എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അഗർ മേ ഇസ് ദർവാസെ സെ നഹീ ഘുസ് സക്താ, ഒരു പക്ഷേ എന്താണ് എനിക്ക് ഈ വാതിലിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ തോ രാജാ ഭി നഹീ ഘുസ് സക്താ, എന്ത് ചെയ്യത്തില്ല? രാജാവിനും എന്ത് ചെയ്യാൻ കഴിയില്ല? വാതിലിലൂടെ കടന്നു പോകാൻ കഴിയില്ല. എനിക്ക് വാതിലിലൂടെ കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യണ്ട, രാജാവിനും ഈ വാതിലിലൂടെ കടക്കാൻ കഴിയരുത് എന്നാര് പറഞ്ഞു? അയാൾ പറഞ്ഞു. എന്ത് ചെയ്തിട്ടാണ് പറഞ്ഞത്? ठंडा पानी അല്ലേ, തണുത്ത വെള്ളം കുടിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് നടന്നു? ठंडे पानी से राजा का गला खराब हो गया, उसकी आवाज़ ही नहीं निकली. राजा भी दरवाजे से अंदर नहीं जा पाया, वह गुस्से से कूदता रह गया. फिर राजा ने ऐसा दरवाज़ा बनवाया जो सिर्फ उसके जूतों की आहट से ही खुले. लेकिन उस आदमी ने जमीन पर कालीन बिछा दिया जिससे जूतों की आहट ही नहीं हुई. എന്ത് ചെയ്തു? ठंडे पानी से राजा का गला खराब हो गया. എന്ത് ചെയ്തു? തണുത്ത വെള്ളം, ठंडा पानी തണുത്ത വെള്ളം കുടിച്ചിട്ട് രാജാ കാ ഗല ഖരാബ് ഹോ ഗയ. എന്ത് ചെയ്തു? രാജാവിൻ്റെ ഗല എന്താ? തൊണ്ട. രാജാവിൻ്റെ തൊണ്ട എന്ത് ചെയ്തു? ഖരാബ് ഹോ ഗയ, തൊണ്ട കേടായി. ഉസ്കി ആവാസ് ഹി നഹി നികലി. എന്ത് ചെയ്തില്ല? അദ്ദേഹത്തിൻ്റെ ആവാസ്, ശബ്ദം എന്ത് ചെയ്തില്ല? പുറത്തേക്ക് വന്നില്ല. തണുത്ത വെള്ളം കുടിച്ചിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് പ്രശ്നമുണ്ടായി. അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല? ശബ്ദം പുറത്തേക്ക് വന്നില്ല. രാജാ ഭി ദർവാസെ സെ അന്തർ നഹി ജാ പായ. ശബ്ദം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വാതിൽ തുറക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? രാജാവിനും വാതിൽ തുറന്ന് അകത്ത് കടക്കാനായിട്ട് കഴിഞ്ഞില്ല. വഹ് ഗുസ്സെ സെ കൂദത്താ രഹ ഗയ. അദ്ദേഹം ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂദിന എന്താ? ചാടുക, ചാടാനായിട്ട് തുടങ്ങി. फिर राजा ने ऐसा दरवाजा बनवाया जो सिर्फ उसके जूतों की आहट से ही खुले. എന്ത് ചെയ്യാൻ പറഞ്ഞു? അടുത്ത വാതിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയുള്ള വാതിലാണ്? ऐसा दरवाजा बनवाया जो सिर्फ उसके जूतों की आहट से खुले. എന്താണ് ജൂത്ത? എന്താ? ചെരുപ്പ്. ജൂത്തോങ്കി ആഹട്ട്, അതായത് നമ്മൾ നടക്കുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കത്തില്ലേ? ആ ശബ്ദം ജൂത്തോങ്കി ആഹട്ട്. ആ ചെരുപ്പിൻ്റെ ശബ്ദം, ആഹട് എന്താ? ശബ്ദം. ചെരുപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം തുറക്കുന്ന, എൻ്റെ ചെരുപ്പ് അതായത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു വാതിലുണ്ടാക്കി തരാനായിട്ട് പറഞ്ഞു. ലേക്കിൻ ഉസ് ആദ്മീനെ ജമീൻ പർ കാലീൻ ബിഛാ ദിയ. പക്ഷേ എന്ത് ചെയ്തു? അതേ ആൾ എന്ത് ചെയ്തു? ജമീൻ പർ, തറയിൽ എന്ത് ചെയ്തു? കാലീൻ ബിഛാ ദിയ. കാലീൻ എന്താ? ചവിട്ടുമെത്ത, കാർപ്പറ്റ് എന്ത് ചെയ്തു? ബിഛാ ദിയ, വിരിച്ചിട്ടു. ജിസ്സെ ജൂത്തോങ്കി ആഹട്ട് ഹി നഹി ഹുയി. അത് വിരിച്ചിട്ട്, ആ കാർപ്പറ്റ് വിരിച്ചിട്ടതുകൊണ്ട് എന്ത് ചെയ്തില്ല? ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടില്ല. ജിസ്സെ ജൂത്തോങ്കി ആഹട്ട് ഹി നഹി ഹുയി. എന്ത് ചെയ്തില്ല? ചെരുപ്പിൻ്റെ ശബ്ദം എന്ത് ചെയ്തില്ല? കേട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? വാതിൽ തുറക്കാനായിട്ട് പറ്റിയില്ല. राजा ने मंत्री से कहा मुझे एक ऐसा दरवाज़ा बनाकर दो जो सिर्फ मेरे ही शरीर की गंध से खुले. അങ്ങനെ എന്ത് ചെയ്തു? അടുത്ത വഴി ആലോചിച്ചു. എന്താ പറഞ്ഞത്? രാജാനെ മന്ത്രി സെ കഹ. രാജാവ് മന്ത്രിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മുझे एक ऐसा दरवाज़ा बनाकर दो. എനിക്ക് ഇങ്ങനെയുള്ള ഒരു വാതിൽ ഉണ്ടാക്കി തരണം. എങ്ങനെയുള്ളതാണ്? ജോ സിർഫ് മേരെ ഹി ശരീർ കി ഗന്ധ് സെ ഖുലെ. എന്താണ്? എൻ്റെ ശരീരത്തിലെ ഗന്ധ്, എൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം കൊണ്ട് മാത്രം തുറക്കുന്ന ഒരു വാതിലുണ്ടാക്കി തരാനായിട്ട് ആരോട് പറഞ്ഞു? മന്ത്രിയോട് രാജാവ് പറഞ്ഞു. ലേക്കിൻ ഇസ് ബാർ ഫിർ വഹി ആദ്മി ആയ ഓർ രാജാ കെ പഹലെ
राजा के पहने हुए कुछ कपड़े हाथ में उठाकर दरवाजे के पास ले गया तो दरवाजा खुल गया. എന്ത് ചെയ്തു? ലേക്കിൻ ഇസ് ബാർ ഫിർ വഹി ആദ്മി ആയ. എന്ത് ചെയ്തു? വീണ്ടും അതേ ആൾ തന്നെ എന്ത് ചെയ്തു? വീണ്ടും വന്നു. और राजा के पहने हुए कुछ कपड़े हाथ में उठाकर എന്ത് ചെയ്തു? രാജാവ് എന്ത് ചെയ്താ? പഹനെ ഹുയെ ധരിച്ചിരുന്ന കുച്ച് കപ്പടെ എന്ത് ചെയ്തു? കുറച്ച് വസ്ത്രങ്ങൾ ഹാത്ത് മേ ഉഠാക്കർ എന്ത് ചെയ്തു? കയ്യിൽ എടുത്തിട്ട് ദർവാസയ്ക്ക് പാസ് ലേ ഗയ എന്ത് ചെയ്തു? വാതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. തോ ദർവാസ ഖുൽ ഗയ എന്ത് ചെയ്തു? ആ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിലെ രാജാവിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം കാരണം എന്ത് ചെയ്തു? വാതിൽ തുറന്നു. അടുത്തതായിട്ട് എന്താ ചെയ്തത്? രാജാവ് ധരിച്ചിരുന്ന വസ്ത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? അയാൾ വാതിലിനടുത്തേക്ക് പോയി. ആ വസ്ത്രത്തിൽ എന്തുണ്ട്? രാജാവിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? വാതിൽ തുറക്കാനായിട്ട് കഴിഞ്ഞു. ഫിർ എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫിർ ശേഷം. ഫിർ ആകെ ക്യാ ഹുവാ? അതിന് ശേഷം എന്താ സംഭവിച്ചത്? ഉൻ ദോനോ കാ മുക്കാബല ന ജാനെ കബ് തക് ചൽതാ രഹാ. മുझे तो यही तक की घटनाओं का पता है. आगे के बारे में तो अब तुम्हें ही सोचकर बताना होगा. तो बताओ फिर आगे क्या हुआ होगा. എന്താണ് ഫിർ ആകെ ക്യാ ഹുവ? അതിനുശേഷം എന്താ നടന്നത്? ഉൻ ദോനോ കാ മുക്കാബല ന ജാനെ കബ് തക് ചൽത്താ രഹ. എന്താണ്? ഉൻ ദോനോ അവർ തമ്മിലുള്ള, ആ രണ്ടുപേരും തമ്മിലുള്ള മുക്കാബല എന്താണ്? മത്സരം. മുക്കാബല ന ജാനെ കബ് തക് ചൽത്താ രഹ. എത്രത്തോളം, എത്ര സമയം, അതായത് എത്ര നാൾ നടന്നു എന്ന് അറിയില്ല. മുझे तो यही तक की घटनाओं का पता है. എനിക്കെന്താണ്? ഇതുവരെയുള്ള സംഭവങ്ങളുടെ മാത്രമേ, ഇതുവരെ നടന്ന സംഭവങ്ങളെ പറ്റി മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അറിവുള്ളൂ. ആകെ കെ ബാരെ മേ തോ അബ് തുമേ ഹി സോച്ച്കർ ബതാനാ ഹോഗ. എന്താണ് ആകെ കെ ബാരെ മേ? ഇതിന് ശേഷം നടന്ന കാര്യങ്ങളെ പറ്റി അബ് തുമേ ഹി സോച്ച്കർ ബതാനാ ഹോഗ. നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് പറയേണ്ടതായിട്ടുണ്ട്. തോ ബതാവോ ഫിർ ആകെ ക്യാ ഹുവാ ഹോഗ. എങ്കിൽ പറയൂ. ബതാന എന്താ? പറയുക. ഫിർ ആകെ ക്യാ ഹുവാ ഹോഗ. ഇതിന് ശേഷം എന്ത് നടന്നുവെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. അപ്പോൾ ഈ കഥയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അദ്ദേഹത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു വാതിൽ. ആദ്യം എന്ത് ചെയ്തു? രാജാവിൻ്റെ മുഖം കണ്ടാൽ മാത്രം തുറക്കുന്ന ഒരു വാതിൽ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു? രാജാവിൻ്റെ തസ്വീർ, ഒരു ഫോട്ടോ കൊണ്ടുവന്നു. അങ്ങനെ എന്ത് ചെയ്തു? വാതിൽ തുറന്നു. അതിനുശേഷം എന്താ പറഞ്ഞത്? ശബ്ദം, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടാൽ മാത്രം തുറക്കുന്ന ഒരു വാതിൽ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? അയാൾ വന്നിട്ട് എന്ത് ചെയ്തു? തണുത്ത വെള്ളം രാജാവിനെ കൊണ്ട് കുടിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? രാജാവിന് തൻ്റെ ശബ്ദം പുറത്തു വരാത്തത് കൊണ്ട് വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്തു? തൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം, നടക്കുന്ന ജൂത്തോക്കെ ആഹട്ട്, ചെരുപ്പിൻ്റെ ശബ്ദം കൊണ്ട് മാത്രം തുറക്കുന്നൊരു വാതിൽ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? അയാൾ വന്നിട്ട് എന്ത് ചെയ്തു? തറയിൽ എന്ത് ചെയ്തു? കാർപ്പറ്റ് വിരിച്ചിട്ടു. കാലീൻ ബിഛാദിയ. അങ്ങനെ എന്ത് ചെയ്തില്ല? ചെരുപ്പിൻ്റെ ശബ്ദം പുറത്തു വന്നില്ല. പിന്നെ എന്താ പറഞ്ഞത്? രാജാവിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം കൊണ്ട് തുറക്കുന്ന ഒരു വാതിൽ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അയാൾ എന്ത് ചെയ്തു? പകരം രാജാവ് ധരിച്ചിരുന്ന ഒരു വസ്ത്രം കൊണ്ടുവന്നു. അതിലെന്തുണ്ട്? രാജാവിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധമുള്ളത് കൊണ്ട് വാതിൽ എന്ത് ചെയ്തു? നിസ്സാരമായി തുറന്നു. അങ്ങനെ എന്ത് ചെയ്തു? അവർ തമ്മിലുള്ള മത്സരം എന്ത് ചെയ്തു? ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് എന്ത് നടന്നെന്ന് എന്ത് ചെയ്യണം? നമ്മൾ വേണം ബാക്കി പൂരിപ്പിക്കാനുള്ളത്. ഇവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താ? സഹി മിലാൻ കരെ, അതായത് യോജിപ്പിച്ചു ചേർക്കാനാണ്, വരച്ചു ചേർക്കാനുള്ള ഒരു ചോദ്യമാണ്. എന്താ? രാജാനെ ഗന്ധസെ ഖുൽനെ വാല ദർവാസ ബനായ. രാജാവ് എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം കൊണ്ട് തുറക്കുന്ന ഒരു വാതിൽ ഉണ്ടാക്കി. ആവാസെ ഖുൽനെ വാല ദർവാസ ബനായ. എന്ത് ചെയ്തു? ശബ്ദം കൊണ്ട് തുറക്കുന്ന ഒരു വാതിൽ ഉണ്ടാക്കി. ജൂത്തോങ്കി ആഹട്ട് സെ ഖുൽനെ വാല ദർവാസ ബൻവായ. എന്ത് ചെയ്തു? ചെരുപ്പിൻ്റെ ശബ്ദം കൊണ്ട് തുറക്കുന്ന ഒരു വാതിൽ ഉണ്ടാക്കി. ശബ്ദ ദേഖിനെ പർ ഖുൽനെ വാല ദർവാസ ബനായ. എന്ത് ചെയ്തു? ശബ്ദം കൊണ്ട് തുറക്കുന്ന ഒരു വാതിലും ഉണ്ടാക്കി. അപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്? ഹാത്ത് മേ രാജാക്കി തസ്വീർ ലേക്കർ ആയ. എന്ത് ചെയ്തു? രാജാവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നു. അത് ഇതിൽ ഏതാ ചേരുന്നത്? ശക്ല ദേഖ്നെ പർ ഖുൽനെ വാല ദർവാസ അല്ലേ? അതിലല്ലേ നമ്മൾ എന്ത് ചെയ്തത്? രാജാവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നത്. പിന്നെന്താ? ആത്മീനെ ജമീൻ പർ കാലീൻ ബിഛാദിയ. കാർപ്പറ്റ് വിരിച്ചത് എപ്പോഴാണ്? ജൂത്തോങ്കി ആഹട്ട് സെ ഖുൽനെ വാല ദർവാസ അല്ലേ? ചെരുപ്പിൻ്റെ ശബ്ദം കൊണ്ട് തുറക്കുന്ന വാതിൽ ഉണ്ടാക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്? കാർപ്പറ്റ് കൊണ്ടുവന്ന് വിരിച്ചത്. രാജാക്കോ ഠണ്ടാ പാനി പിലായ. വെള്ളം, അതായത് തണുത്ത വെള്ളം കുടിപ്പിച്ചത് എപ്പോഴാണ്?
ആവാസ് സെ ഖുൽനെ വാല ദർവാസ അല്ലേ, ശബ്ദം കൊണ്ട് തുറക്കുന്ന വാതിൽ ഉണ്ടാക്കിയപ്പോഴാണ് അത് ചെയ്തത്. പിന്നെ എന്താ, കപ്ഡെ ഹാത്ത് മേ ഉഠാക്കർ ദർവാസയ്ക്ക് പാസ് ലേഗ, എന്ത് ചെയ്തു, വസ്ത്രങ്ങൾ കയ്യിലെടുത്തിട്ട് വാതിലിനടുത്തേക്ക് പോയി. അതെപ്പോഴാണ്, രാജാവിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം കൊണ്ട് തുറക്കുന്ന വാതിൽ ഉണ്ടാക്കിയപ്പോഴാണ്. അടുത്ത ചോദ്യം എന്താ, രാജാക്ക് ചരിത്ര പർ ടിപ്നി ലിഖെ, അതായത് രാജാവിൻ്റെ എന്താണ് ക്യാരക്ടറിനെ പറ്റി ഒരു കുറിപ്പ് എഴുതാനായിട്ട് പറയുന്നുണ്ട്. കഹാനിക്ക് ആകെ ബഠായ സഹായക് ബിന്ദു, അതായത് കുറച്ച് സഹായകമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ കഥ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്ത് ചെയ്യുക, കഥ നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇന്ന് പഠിച്ച കഥയുടെ പേരെന്താണ്, രാജാ കാ ദർവാസ. ഇവിടെ ആരുടെ കഥ പറഞ്ഞു, രാജാവിൻ്റെ ഒരു കഥ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു, ഒരു വാതിലുണ്ടാക്കുക, അദ്ദേഹത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞുവോ, കഥയുടെ അന്ത്യം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ ഇതിൽ എത്രത്തോളമുണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയ വാതിലുകളെല്ലാം എന്ത് ചെയ്തു, പരാജയപ്പെട്ടു അല്ലേ. അപ്പോൾ കഥ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് പഠിക്കുക.